അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യോമയാന സുരക്ഷയും അദ്ദേഹത്തിന്റെ പുതിയ ആഡംബര വിമാനത്തിന്റെ പ്രതിരോധ ശേഷിയും കുറിച്ച് ആഗോളതലത്തിൽ വൻ വിവാദങ്ങൾക്കും ചർച്ചകൾക്കുമാണ് തിരികൊളുത്തിയിരിക്കുന്നത്. ഖത്തർ ഭരണകൂടം സമ്മാനമായി നൽകിയ അത്യാധുനിക ബോയിംഗ് 747 വിമാനത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളിലെ ഗുരുതരമായ വീഴ്ചകളെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വിമാന വ്യൂഹത്തിന്റെ ഭാഗമായി ഈയിടെ അവതരിപ്പിച്ച ഈ വിമാനത്തിന് നേരെ കടുത്ത സുരക്ഷാ ഭീഷണിയുണ്ടെന്ന റിപ്പോർട്ടുകൾ ലോകത്തെ പ്രമുഖ മാധ്യമമായ ദി ന്യൂയോർക്ക് ടൈംസ് ആണ് പുറത്തുവിട്ടത്. നിരവധി മുതിർന്ന യുഎസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് പുറത്തുവന്ന ഈ റിപ്പോർട്ട് വാഷിംഗ്ടണിലെ പ്രതിരോധ വൃത്തങ്ങളിൽ വലിയ പരിഭ്രാന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് യാത്ര ചെയ്യുന്ന പരമ്പരാഗത എയർഫോഴ്സ് 1 വിമാനങ്ങളിൽ സാധാരണയായി ഘടിപ്പിക്കാറുള്ള അതിവേഗ മിസൈൽ വിരുദ്ധ പ്രതിരോധ സംവിധാനങ്ങൾ ഈ പുതിയ ബോയിംഗ് 747 വിമാനത്തിൽ ഇതുവരെ സ്ഥാപിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇറാനുമായി നിലനിൽക്കുന്ന കടുത്ത സൈനിക നയതന്ത്ര സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ട്രംപിന്റെ സമീപകാല തുർക്കി സന്ദർശന വേളയിലാണ് ഈ സുരക്ഷാ വീഴ്ച ഔദ്യോഗിക വൃത്തങ്ങളുടെ കടുത്ത ശ്രദ്ധയിൽപ്പെടുന്നത്. മേഖലയിലെ യുദ്ധസമാനമായ അന്തരീക്ഷവും ഇറാന്റെ മിസൈൽ ഭീഷണിയും പുകയുന്നതിനിടയിൽ ആവശ്യമായ പ്രതിരോധ സംവിധാനങ്ങളില്ലാത്ത പുതിയ വിമാനത്തിൽ പ്രസിഡന്റ് യാത്ര ചെയ്യുന്നത് അതീവ അപകടകരമാണെന്ന് യുവ സുരക്ഷാ ഏജൻസികൾ വിലയിരുത്തി. സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി ഔദ്യോഗിക സന്ദർശനം കഴിഞ്ഞ് ട്രംപിന് അമേരിക്കയിലേക്ക് മടങ്ങാൻ എല്ലാവിധ പ്രതിരോധ സജ്ജീകരണങ്ങളുമുള്ള പഴയ എയർഫോഴ്സ് 1 വിമാനം അടിയന്തരമായി എത്തിക്കാൻ ഉദ്യോഗസ്ഥർ തീരുമാനിക്കുകയായിരുന്നു. പുതിയ ബോയിംഗ് 747 വിമാനത്തെ പ്രസിഡന്റ് ഇല്ലാതെ അതീവ രഹസ്യമായി തനിച്ചാണ് തിരികെ യുഎസിലേക്ക് പറത്തിയത്. തുർക്കിയിൽ നടന്ന ഈ ഉച്ചകോടിക്കിടെ ഡൊണാൾഡ് ട്രംപ് നേരിട്ട് നടത്തിയ ഒരു പ്രസ്താവന കൂടിയായപ്പോൾ അന്താരാഷ്ട്ര സുരക്ഷാ മാധ്യമങ്ങളിൽ ഈ വിഷയം കൂടുതൽ ചർച്ചയായി. ഇറാൻ ഭരണകൂടത്തിന്റെ വധിക്കപ്പെടേണ്ട ശത്രുക്കളുടെ പട്ടികയിൽ താനാണ് ഒന്നാമനെന്ന് ട്രംപ് പരസ്യമായി പ്രഖ്യാപിച്ചു. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ഭാഗത്തു നിന്ന് തനിക്ക് നേരിട്ട് വധഭീഷണിയുണ്ടെന്ന ട്രംപിന്റെ ഏറ്റുപറച്ചിൽ അദ്ദേഹത്തിന്റെ വ്യോമ സുരക്ഷയ്ക്ക് മേലുള്ള നിരീക്ഷണങ്ങൾ ഇരട്ടിയാക്കാൻ കാരണമായിട്ടുണ്ട്. ഇറാന്റെ പക്കലുള്ള അത്യാധുനിക ഡ്രോൺ മിസൈൽ സാങ്കേതിക വിദ്യകൾ പശ്ചിമേഷ്യയിൽ എവിടെയും പ്രഹരമേൽപ്പിക്കാൻ തക്ക ശേഷിയുള്ളതാണെന്ന് അമേരിക്കയ്ക്ക് കൃത്യമായി ബോധ്യമുണ്ട്. എയർഫോഴ്സ് 1 പോലും തകർക്കാൻ ശേഷിയുള്ള ആന്റി ഷിപ്പ് മിസൈലുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും IRGC മേഖലയിൽ വിന്യസിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പ്രതിരോധ കവചമില്ലാത്ത വിമാനത്തിൽ ട്രംപ് സഞ്ചരിക്കുന്നത് വലിയൊരു ദുരന്തത്തിന് വഴിമരുന്നിടുമായിരുന്നുവെന്ന് US മാധ്യമങ്ങൾ വിലയിരുത്തുന്നു. ഖത്തർ സൗജന്യമായി നൽകിയ ഈ ആഡംബര വിമാനം പ്രസിഡന്റിന്റെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ US രാഷ്ട്രീയ രംഗത്ത് പലവിധ വിമർശനങ്ങൾ ഉയർന്നു. ഒരു വിദേശ രാജ്യം നൽകിയ വിമാനം ആവശ്യമായ സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കാതെയും US സാധാരണയായി ഒരു പുതിയ വിമാനം എയർഫോഴ്സ് 1 പദവിയിലേക്ക് ഉയർത്തുന്നതിന് മുൻപ് വർഷങ്ങൾ നീളുന്ന സുരക്ഷാ പരീക്ഷണങ്ങൾക്കും നൂതന സാങ്കേതിക വിദ്യകൾ ഘടിപ്പിക്കുന്നതിനുമായി പെന്റഗണിന് കൈമാറാറുണ്ട്. ലേസർ പ്രതിരോധ സംവിധാനങ്ങൾ, വിമാനത്തിന് ചുറ്റും അദൃശ്യമായ കവചം തീർക്കുന്ന ചാമറുകൾ, ആണവ ആക്രമണങ്ങളെ പോലും പ്രതിരോധിക്കാൻ ശേഷിയുള്ള ബോഡി ഘടന എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഈ വിവാദം ട്രംപ് ഭരണകൂടത്തിന്റെ വിദേശ നയങ്ങളെയും ആഭ്യന്തര പ്രതിരോധ സംവിധാനങ്ങളെയും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരി സഞ്ചരിക്കുന്ന വിമാനത്തിന്റെ സുരക്ഷയിൽ ഇത്രയും വലിയൊരു പാളിച്ച എങ്ങനെ സംഭവിച്ചു എന്നതിനെ കുറിച്ച് അന്വേഷിക്കാൻ US കോൺഗ്രസ് പ്രത്യേക സമിതിയെ നിയോഗിച്ചേക്കുമെന്നാണ് സൂചനകൾ. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യത്തിൽ ട്രംപിനെ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മുൻപ് US നടത്തിയ സൈനിക നീക്കങ്ങൾക്ക് പ്രതികാരമായി ട്രംപിനെ വധിക്കുമെന്ന് പല ഇറാനിയൻ സൈനിക കമാൻഡർമാരും പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി പുതിയ വിമാനം ഉടൻ തന്നെ പ്രതിരോധ സാങ്കേതിക വിദ്യകളുടെ വിന്യാസത്തിനായി ബോയിംഗ് കമ്പനിയുടെ പ്രത്യേക പ്ലാന്റിലേക്ക് മാറ്റുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മിസൈൽ വിരുദ്ധ സംവിധാനങ്ങൾ പൂർണ്ണമായി സ്ഥാപിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ ഖത്തറി ബോയിംഗ് വിമാനം ഇനി ട്രംപിന്റെ യാത്രകൾക്കായി വിട്ടു നൽകുകയുള്ളൂ എന്ന് സീക്രട്ട് സർവീസ് വ്യക്തമാക്കിയതായാണ് വിവരം. അമേരിക്കയുടെ സഖ്യകക്ഷികളായ നാറ്റോ രാജ്യങ്ങളും ഇസ്രയേലും ഈ സുരക്ഷാ ചർച്ചകളെ അതീവ പ്രാധാന്യത്തോടെയാണ് വീക്ഷിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റിന്റെ സുരക്ഷയിൽ ഉണ്ടാകുന്ന നേരിയ അസ്ഥിരത പോലും ആഗോള സാമ്പത്തിക സൈനിക രംഗങ്ങളിൽ വലിയ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കും. ട്രംപിന്റെ വ്യക്തിപരമായ സുരക്ഷയ്ക്ക് ഭീഷണിയുണ്ടെന്ന വെളിപ്പെടുത്തൽ വരാനിരിക്കുന്ന അമേരിക്കൻ രാഷ്ട്രീയ ചലനങ്ങളെയും സ്വാധീനിച്ചേക്കാം. ഇറാന്റെ വെല്ലുവിളികളെ കൂടുതൽ കടുത്ത രീതിയിൽ നേരിടാൻ ട്രംപ് ഭരണകൂടം ഈ സാഹചര്യം ഉപയോഗിച്ചേക്കും.
ട്രംപിന്റെ പുതിയ വിമാനത്തെ ചുറ്റിപ്പറ്റിയുള്ള ഈ സുരക്ഷാ വിവാദം വെറുമൊരു സാങ്കേതിക പ്രശ്നമല്ല, മറിച്ച് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആഗോള നയതന്ത്ര യുദ്ധത്തിന്റെ മറ്റൊരു മുഖമാണ് വ്യക്തമാക്കുന്നത്. വിമാനത്തിന് പ്രതിരോധ കവചമില്ലെന്ന വിവരം പുറത്തായതോടെ പ്രസിഡന്റിന്റെ യാത്രകൾ കൂടുതൽ നിരീക്ഷണത്തിലായിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഈ വിമാനത്തിന്റെ സുരക്ഷാ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പൂർത്തിയാക്കി വിവാദങ്ങൾക്ക് വിരാമമിടാനായിരിക്കും US ഭരണകൂടത്തിന്റെ ശ്രമം.